Hi friends, ഇന്നത്തെ വീഡിയോ ഒരു കുർത്തി തയ്ച്ചെടുക്കുന്നതാണ്. ഒരു അലൈൻ കുർത്തിയാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു തുണിയെ തയ്ച്ചെടുക്കാൻ വേണ്ടി ഈ ഒരു തുണിയെ നമ്മൾ എടുത്തിരിക്കുന്നത് നമുക്ക് എത്രയാണോ ലെങ്ത് ആവശ്യം ആ ഒരു ലെങ്ത്തിൽ നമുക്ക് കിട്ടിയാൽ മതി. നമ്മളിത് 2.5 മീറ്റർ തുണിയുണ്ട്. ഈ തുണിയെ നമ്മൾ നേരെ പകുതിയായി ഇതുപോലെ മടക്കി വെക്കുന്നു. കണ്ടോ, നമ്മുടെ നേരെ പകുതിയായി ഇതുപോലെ മടക്കി വെക്കുന്നു. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് നമ്മൾ ഇതുപോലെ വീണ്ടും ഇതുപോലെ മടക്കി വെക്കുക. ഇതുപോലെ മടക്കി വെക്കുമ്പോൾ നമ്മുടെ ബോട്ടം ഭാഗത്ത് എത്രയാണോ ലൂസ് വേണ്ടത് ആ ഒരു അളവിനനുസരിച്ച് മടക്കി വെക്കുക. എന്നിട്ട് നമ്മൾ മുകളിൽ ഒരു ലൈൻ കൊടുക്കുന്നു. ഇവിടെ കണ്ടു, നമ്മൾ ഇതിന്റെ ലെങ്ത്, നമ്മൾ ഈ ഒരു കുർത്തിയുടെ ലെങ്ത് 46 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിന്റെ മുകളിലുള്ള ഒരു 1/2 ഇഞ്ച് തുന്നത്തുണി കൂടി കൂട്ടി 46 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. കണ്ടോ, ഇതുപോലെ ഇവിടെയും 46 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. കണ്ടോ, എന്നിട്ട് നമ്മൾ ഇതുപോലെ നേരെ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മുടെ അടിവശമുണ്ട്, നമ്മുടെ നിങ്ങൾക്ക് ഈ ഒരു അളവ് മാർക്ക് ചെയ്യുന്നത് കാണുവാൻ വേണ്ടിയാണ് നമ്മളിത് മടക്കി വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ ബോട്ടം ഭാഗത്ത് 1 ഇഞ്ച് കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 1 ഇഞ്ച് നമ്മുടെ താവ് മടക്കി തയ്ക്കുവാൻ വേണ്ടിയുള്ളതാണ്. ഈ ഒരു 1 ഇഞ്ച് കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇത് നമ്മൾ നേരെ വെക്കുകയാണ്. ഇനി നമ്മൾ ഇതിന്റെ ഷോൾഡർ വെക്കുന്നത് 6.5 ഇഞ്ചാണ്. 6.5 ഇഞ്ചിലാണ് നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതുപോലെ ഇവിടെയും താഴ്ത്തിയും 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ നേരെ വരഞ്ഞെടുക്കുന്നു. കണ്ടോ, ഇനി നമ്മൾ എത്രയാണോ നമ്മുടെ ഷോൾഡർ വെച്ചിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു. 6.5 ഇഞ്ച് കണ്ടോ, കറക്റ്റ് ഇതുപോലെ 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഇവിടെയാണ് നമ്മുടെ ചെസ്റ്റ് അളവ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ക്രോസിലൊരു വര വരഞ്ഞ് ഇവിടെ നമ്മളൊരു 1.25 ഇഞ്ച് കണ്ടോ 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു റഗാളിന്റെ ഷേപ്പ് എടുക്കുന്ന ഒരളവാണത് മാർക്ക് ചെയ്ത് വെച്ചത്. ഇനി നമ്മളിവിടെ നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യണം. നമ്മളിവിടെ 9.25 ഇഞ്ചാണ് വെക്കുന്നത്. കാരണം നമ്മുടെ ചെസ്റ്റ് അളവ് 35.5 ഇഞ്ചാണ്. അപ്പോൾ അതിന്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നു, 39.5 ഇഞ്ച് കിട്ടും. 39യുടെ 4 9.25, 19 ഇഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത്. 9.25. ഇനി നമ്മൾ ഇവിടെ ഒരു 13 ഇഞ്ച് നമ്മൾ ഇറക്കി മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നമ്മുടെ ബോഡി ഷേപ്പിന് വേണ്ടിയുള്ള അളവ് മാർക്ക് ചെയ്യാണ്. ബോഡി ഷേപ്പിന്റെ അളവ് നമുക്ക് 31 ഇഞ്ചാണ് നമ്മുടെ അളവ്. അതിനൂടെ നമ്മൾ 3 ഇഞ്ച് കൂട്ടുന്നു, നമുക്ക് 34 ഇഞ്ച് കിട്ടും. 34ന്റെ 4 8.5 ഇഞ്ച്, 17 ഇഞ്ചാണ് കിട്ടേണ്ടത്. 8.5 ഇഞ്ച് പ്ലസ് ഒരു 1.25 ഇഞ്ചാണ് നമ്മുടെ തുണിക്ക് വേണ്ടി വെക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ അടിവശത്ത് നമ്മുടെ ബോട്ടം ഭാഗത്ത് നമ്മൾ വെക്കുന്നത് കേട്ടോ, അടിവശത്ത് നമ്മളെ താവിൽ വരഞ്ഞിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് ഒരു 4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നമ്മൾ വെക്കുന്നത് 19 ഇഞ്ചാണ്. 19 കണ്ടോ. ഇനി നമ്മൾ ഇവിടെ ഇതുപോലെ കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുന്നു. കണ്ടോ, താവിൽ റൗണ്ടിൽ ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. അടിവശത്ത് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ കട്ടിങ്ങിന് വേണ്ടി ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ താവിലുള്ള മാർക്കിലേക്ക് കണ്ടോ ഇതുപോലെ ഒറ്റ കട്ടിങ് നേരെ കണ്ടോ ഇതുപോലെ എടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്നും നമ്മുടെ കട്ടിങ്ങിന് ആവശ്യമുള്ള തുണി വെച്ചുകൊണ്ട് നമ്മളൊരു മാർക്കിംഗ് കൂടി കൊടുക്കണം. കണ്ടോ, നിങ്ങൾക്ക് കാണുവാൻ വേണ്ടിയാണ് അല്പം കട്ടി കൂട്ടി വരഞ്ഞു തരുന്നത്. ഇനി നമുക്ക് കണ്ടോ ഇതുപോലെ ഇവിടെ വീണ്ടും ഒരു ലൈൻ കൂടി കൊടുക്കുന്നു. നമ്മൾ 1.25 ഇഞ്ചാണ് മുകളിലൊക്കെ നമ്മുടെ തുണിക്ക് വേണ്ടി വെച്ചത്. എന്നാൽ ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് മാത്രമേ വെക്കുന്നുള്ളൂ. നമുക്ക് ആവശ്യമുള്ള തുണി മാത്രമേ വെക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ കണ്ടോ ഇതുപോലെ മുകളിലേക്ക് റൗണ്ട് ഷേപ്പ് ചെയ്തുകൊണ്ട് കട്ട് ചെയ്യുന്നു. കണ്ടോ, നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇവിടെ നമ്മുടെ ഈ ഒരു ബോഡി ഷേപ്പ് ഉള്ള ഭാഗം വരെ മാത്രമേ നമ്മുടെ കറക്റ്റ് അളവ് നമ്മൾ വെക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ ഫ്ലെയറായി കണ്ടോ ഇതുപോലെ നമ്മുടെ താവിലൊക്കെ ലൂസോടുകൂടി നിൽക്കുവാൻ വേണ്ടിയുള്ളതാണ്. ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ, നമ്മുടെ കഴുത്തിന്റെ വൈഡ് നമ്മൾ വെക്കുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 3 ഇഞ്ച് നേർപകുതി 3 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. കണ്ടോ, ഇതുപോലെ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഇനി നമ്മുടെ ഫ്രണ്ട് കഴുത്തിന്റെ ഇറക്കം നമ്മൾ വെക്കുന്നത് 5.5 ഇഞ്ചാണ്. അപ്പോൾ മുകളിൽ വേണ്ട 1/2 ഇഞ്ച് തുന്നത്തുണി വിട്ടതിന് ശേഷം കണ്ടോ മുകളിൽ ഒരു 1/2 ഇഞ്ച് തുന്നത്തുണി നമ്മുടെ ജോയിന്റ് ചെയ്യാൻ വേണ്ടിയുള്ള തുന്നത്തുണി വിട്ടതിന് ശേഷം നമ്മൾ 1/2 ഇഞ്ച് ഫിനിഷിംഗ് അളവ് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ
ഇവിടെ നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാം കണ്ടോ, ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് കഴുത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ആ ഒരു കഴുത്തിൻ്റെ ഭാഗം നമ്മൾ അളവ് വീതി കഴുത്തിൻ്റെ വൈഡ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ നിന്നുണ്ടോ നമ്മുടെ ബാക്ക് പീസിനെ മാറ്റുകയാണ്. നമ്മുടെ ഫ്രണ്ട് പീസ് ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെക്കുന്നു. ഫ്രണ്ട് പീസ് മാത്രമാണ് വെച്ചത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മളൊരു പീസ് കണ്ടോ, ഒരു 1/2 ഇഞ്ച് പീസ് നമ്മൾ ഇവിടെ നമ്മുടെ ചൂരിദാറിൻ്റെ കട്ടിങ്ങിലും ബ്ലൗസ് കട്ടിങ്ങിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതുപോലെ ഇവിടെ നിന്നും ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു കേട്ടോ. നമ്മളിനി ഇവിടെ കറക്റ്റ് മാർക്കിംഗ് ഒക്കെ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇത് ബാക്ക് പീസാണ്. നമ്മുടെ ബാക്ക് പീസിൽ നമ്മുടെ കഴുത്ത് വൈഡ് നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ താഴ്ത്തി മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് ഫിനിഷിങ്ങിൽ നമുക്ക് 3.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമ്മളത് മുകളിലുള്ള തുന്നത്തുണി വിട്ടതിന് ശേഷം ആ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു കേട്ടോ, ഇതുപോലെ റൗണ്ടിൽ നമ്മൾ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുകയാണ് കേട്ടോ. നമ്മുടെ 2 സ്ലീവും കൂടെ കട്ട് ചെയ്യുന്നു. നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് ഇതുപോലെ മടക്കിയെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുക്കുന്നു കേട്ടോ. നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് 18 ഇഞ്ചാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് കൂട്ടി 18.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. 1/2 ഇഞ്ച് മാത്രമേ വെക്കുന്നുള്ളൂ. താവിൽ നമ്മളൊരു പീസ് സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ 1/2 ഇഞ്ച് മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ ആ ഒരു പീസ് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ള തുന്നത്തുണി മാത്രമാണ് ഇവിടെ വെക്കുന്നത്. ഇനി നമ്മുടെ ചെസ്റ്റ് അളവിനനുസരിച്ചാണ് നമ്മുടെ റഗാളിൻ്റെ അളവ് കണക്കാക്കുന്നത്. നമ്മുടെ ചെസ്റ്റ് അളവ് 35.5 ഇഞ്ചാണ്. അപ്പോൾ 35.5യിൽ നിന്ന് 3 ഇഞ്ച് കുറക്കുന്നു, 32.5 കിട്ടും. 32.5യുടെ 4/1 8 പോയിന്റും അതിൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് കൂടി കൂട്ടി 8.25 പോയിന്റിൽ മാർക്ക് ചെയ്യുന്നു കണ്ടോ. ഇനി നമ്മൾ ഇതുപോലെ ഇവിടെ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മളിവിടെ നമ്മുടെ ഷേപ്പിന് വേണ്ടി നമ്മൾ വരയുന്നത് 3.5 ഇഞ്ചാണ് കണ്ടോ. 3.5 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇവിടെ ഇതുപോലെ ടേപ്പിനെ ചെരിച്ച് പിടിച്ചുകൊണ്ട് ഇവിടെയും നമ്മളൊരു 3.5 ഇഞ്ചിൽ മാർക്കിംഗ് കൊടുക്കുന്നു കണ്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുക. ആ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മുടെ കൈയുടെ താവിലുള്ള ലൂസ് നമുക്ക് 10 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ നേർപകുതി 5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ 1.25 ഇഞ്ച് തുന്നത്തുണി വെക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ മുകളിലേക്ക് നമ്മളൊരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ കണ്ടോ, ഇതുപോലെ അല്പം ഉള്ളിലേക്ക് ഷേപ്പ് ചെയ്തുകൊണ്ട് വരഞ്ഞെടുക്കുന്നു. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ റഗാളിൻ്റെ അളവ് നമുക്ക് കറക്റ്റ് ചെക്ക് ചെയ്യുന്നതൊക്കെ നമ്മുടെ മറ്റ് വീഡിയോകളിലുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും നമ്മുടെ റൗണ്ട് അളവൊക്കെ കറക്റ്റ് ആണോ എന്ന്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കണ്ടോ. വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ പറ്റാത്തത് കണ്ടോ. ഇനി ഇവിടെയൊക്കെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. നമ്മളുടെ മറ്റ് ബ്ലൗസുകളും ചൂരിദാറും ഒക്കെ സ്ലീവ് എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു കുർത്തിയുടെ സ്ലീവും കട്ട് ചെയ്തെടുക്കുന്നത്. അതേ മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്മളൊരു കൈയുടെ താവിൽ കണ്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കണ്ടോ 4 ഇഞ്ചിലുള്ള ഒരു പീസാണ് നമ്മുടെ എടുത്തിരിക്കുന്നത് കണ്ടോ. അതുപോലെ തന്നെ നമ്മുടെ കഴുത്ത് നമ്മുടെ നെക്ക് നമുക്ക് തയ്ക്കുവാൻ വേണ്ടി ഇവിടെ നമ്മൾ കണ്ടോ ഇതുപോലെ ക്രോസിലാണ് തുണി മുറിച്ചെടുക്കുന്നത് കണ്ടോ. ക്രോസിൽ ഇത് നമുക്കൊരു 1.5 ഇഞ്ച് വീതിയിൽ എടുക്കാവുന്നതാണ് കണ്ടോ. 1.5 ഇഞ്ച് 1.25 ഇഞ്ചൊക്കെ വീതിയിൽ നമുക്ക് ഈ ഒരു പീസ് മുറിച്ചെടുക്കാം കണ്ടോ. ഇത് നമ്മുടെ ക്രോസിലാണ് ഈ ഒരു പീസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം കണ്ടോ. അത് നമ്മൾ കഴുത്തിൻ്റെ വൈഡ് കണ്ടോ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചത് 3 ഇഞ്ച്. അതുപോലെ തന്നെ താവിലും നമ്മൾ ഫിനിഷിങ് അളവാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ ആ ഒരു തുന്നത്തുണി വിട്ടുകൊണ്ടാണ് നമ്മൾ കണ്ടോ നമ്മൾ ആ ഒരു മാർക്കിൽ കൂടിയല്ല, മാർക്കിൽ നിന്ന് ഒരു 4 ഇഞ്ച് വിട്ടുകൊണ്ടാണ് കണ്ടോ നമ്മുടെ ബാക്ക് ഭാഗത്തും ഫ്രണ്ട് ഭാഗത്തും നമ്മുടെ കഴുത്ത് കണ്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ തുന്നത്തുണി അവിടെ വിട്ടുകൊണ്ടാണ്. നമ്മുടെ ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലൊരു പീസ് നമ്മുടെ സെൻട്രൽ ഭാഗത്ത് ഒന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ ഒരു പീസ് കണ്ടോ നമ്മുടെ കൈയുടെ കഫ് തീരിയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന അതേ രീതിയിൽ മടക്കിയെടുത്തുകൊണ്ട് കണ്ടോ ഇത് നമ്മുടെ സെൻട്രൽ ഭാഗത്ത് കറക്റ്റ് സെൻട്രൽ ഭാഗത്ത് വരുന്ന രീതിയിൽ ഈ ഒരു കോണ് സെൻട്രലിലേക്ക് തന്നെ വരുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. നമ്മുടെ ഫ്രണ്ട് ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടോ. നമ്മുടെ 7.5 ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കം കൊടുത്തിരിക്കുന്നത് ഫിനിഷിങ്ങിൽ. ഇനി നമ്മുടെ കഴുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ മടക്കി വെച്ചിട്ടുള്ള തുണിയെ കണ്ടോ ആ ഒരു ക്രോസ് പീസിന് നേരെ പകുതിയായി മടക്കി വെച്ചുകൊണ്ട്
ഇതുപോലെ നമ്മുടെ കഴുത്തിന്റെ ഫ്രണ്ട് കഴുത്തിന്റെ ഉൾഭാഗത്ത് നിന്ന് ഇതുപോലെ റൗണ്ടിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, നേരെ പകുതി ആ ഒരു പീസിനെ നേരെ പകുതി മടക്കണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ കണ്ടോ കട്ടിങ് കൊടുക്കുന്നു. ഈ ഒരു പീസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വലിഞ്ഞു പോകാൻ പാടില്ല. കഴുത്തോ അതുപോലെ തന്നെ ഈ ഒരു 1.5 ഇഞ്ചിൽ വെച്ചിട്ടുള്ള ആ ഒരു പീസും വലിഞ്ഞു പോകാൻ പാടില്ല. കണ്ടോ, ആ ഒരു പീസ് നമ്മൾ നേരെ പകുതി മടക്കി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. ഇനി നമ്മൾ കണ്ടോ ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ മുകളിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇത് കറക്റ്റിന് ഇതുപോലെ നല്ല വശത്തേക്ക് പ്രസ് ചെയ്തുകൊണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. കണ്ടോ, നമ്മളിത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉൾവശത്ത് നിന്നാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തത്. ഉൾവശത്ത് നിന്ന് ഫിറ്റ് ചെയ്ത് നല്ല വശത്തേക്ക് നമ്മളിത് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നു. കണ്ടോ, ഇതുപോലെയാണ് കിട്ടുക. കണ്ടോ, നിങ്ങൾക്കിത് കാണാൻ കഴിയും. നമ്മുടെ ചൂരിദാറിന്റെ ഒക്കെ റെഡിമെയ്ഡ് ചൂരിദാറിന്റെ ടോപ്പിലൊക്കെ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കാണാൻ കഴിയാറുണ്ടാവും. ഇനി നമ്മളിത് ബാക്ക് പീസ്. കേട്ടോ, എന്നാൽ ബാക്ക് പീസ് നമ്മൾ വെക്കുന്നത് നല്ല വശത്ത് നിന്നാണ് ഈ ഒരു പീസിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. കേട്ടോ, ആ ഒരു പീസ് നേരെ പകുതി മടക്കി വെച്ചുകൊണ്ട് ഇതുപോലെ കണ്ടോ ബാക്ക് പീസിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നു. കണ്ടോ, ഇവിടെയൊക്കെ നല്ലോണം കട്ടിങ് കൊടുക്കുന്നു. കണ്ടോ, ഈ ഒരു പീസ് നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല. നമ്മൾ ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്ത പോലെ സ്റ്റിച്ച് ചെയ്യുന്നില്ല. കണ്ടോ, ഈ ഒരു പീസിനെ ഇതുപോലെ വെക്കുന്നു. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച നമ്മുടെ ഫ്രണ്ട് പീസിനെ ഇതുപോലെ വെക്കുക. കണ്ടോ, നമ്മുടെ നല്ല വശങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് വെച്ചുകൊണ്ട് ഇതുപോലെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്നു. ഈ ഒരു പീസ് കണ്ടോ, നമുക്ക് എക്സ്ട്രാ നമ്മുടെ ഈ ഒരു ഇപ്പോൾ ഫിറ്റ് ചെയ്ത ആ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുക. കണ്ടോ, ഈ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ അതിന്റെ മുകളിലേക്ക് മടക്കി കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് കണ്ടോ ഇതുപോലെ കറക്റ്റ് ഇതുപോലെ വെക്കുന്നു. എന്നിട്ട് നമ്മൾ ആ ഒരു പീസിനെ നമ്മുടെ ഇതിന്റെ മുകളിലേക്ക് മടക്കി കൊടുക്കുക. ഇവിടെ നമ്മൾ 2 സ്റ്റിച്ചിങ് കൊടുക്കുന്നു. കണ്ടോ, അപ്പൊ നമ്മൾ കണ്ടോ ഇത് സ്റ്റിച്ച് ചെയ്ത് കണ്ടോ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ഉപകാരം കണ്ടോ, ഇത് നമുക്ക് ഇതുപോലെ മറിച്ചിട്ടാൽ ഇങ്ങനെ മറിച്ചിട്ടാൽ നമ്മൾ ഇവിടെയുള്ള കണ്ടോ നമ്മുടെ സൈഡ് പീസിൽ നമുക്ക് ഇവിടെ നല്ല വൃത്തിയോടുകൂടി കിട്ടും. നമ്മുടെ ആ ഒരു തുന്നത്ത് നമ്മുടെ ഷോൾഡർ പീസ് അറ്റാച്ച് ചെയ്ത ആ ഒരു ഭാഗം നമ്മുടെ സൈഡ് ഭാഗത്ത് വരില്ല. കണ്ടോ, അത് അതിന്റെ ഉള്ളിലേക്ക് കവർ ചെയ്ത് പോകും. കണ്ടോ, ഇതുപോലെയാണ് വരിക. ഇനി നമുക്കിത് ഇതുപോലെ മടക്കിക്കൊണ്ട് നമ്മുടെ ഫ്രണ്ട് ഭാഗം നമ്മുടെ ഫ്രണ്ട് കഴുത്ത് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടോ, ഇതുപോലെ മടക്കി കൊടുത്താൽ മതി. എന്നാൽ ഈ ഒരു ഭാഗം നമ്മൾ ഉൾവശത്തേക്കാണ് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത്. കണ്ടോ, ഉൾവശം നമ്മുടെ ഫ്രണ്ട് ഭാഗം നമ്മുടെ നല്ല വശത്തേക്കാണ് മടക്കിയതെങ്കിൽ നമ്മുടെ ബാക്ക് ഭാഗം ഉൾവശത്തേക്കാണ് മടക്കുന്നത്. കണ്ടോ, നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുകയാണ്. കണ്ടോ, സ്ലീവിന്റെ ഉൾവശത്ത് നിന്ന് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ആ ഒരു 4 ഇഞ്ച് വീതിയിലുള്ള പീസിനെ ഇതുപോലെ താവിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ, സ്ലീവിന്റെ താവിലാണിത് സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് നഖം വലിച്ചു കൊടുത്തുകൊണ്ട് ഇതിനെ നല്ല വശത്തേക്ക് ഇതിനെ കണ്ടോ ഇതുപോലെ മടക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുന്നു. കണ്ടോ, ഇതുപോലെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ മുകളിലൊരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിക്കൊണ്ട് കണ്ടോ ഒരു 1/2 ഇഞ്ച് പീസാണ് ഉള്ളിലേക്ക് മടക്കുന്നത്. ഇതുപോലെ കണ്ടോ 1/2 ഇഞ്ച് മടക്കിക്കൊണ്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നു. കണ്ടോ, അപ്പൊ നമ്മുടെ 2 സ്ലീവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ കണ്ടോ നമ്മുടെ സ്ലീവിന്റെ ഉൾവശം. ഇനി നമ്മൾ കണ്ടോ ഇത് നമ്മുടെ ഫ്രണ്ട് വശമാണ് സ്ലീവിന്റെ നമ്മൾ മാർക്ക് ചെയ്തുള്ള ഭാഗം. ഇത് നമ്മുടെ ബാക്ക് വശമാണ്. അതുപോലെ നമ്മുടെ സെൻട്രൽ ജോയിന്റ് വശം മുകളിൽ കറക്റ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ഈ ഒരു ടോപ്പിന്റെ ഫ്രണ്ട് വശം കണ്ടോ, ഈ ഒരു ഫ്രണ്ട് വശം കണ്ടോ, ഇതാണ് നമ്മുടെ ഫ്രണ്ട് വശം നമ്മൾ ഇതുപോലെ നമ്മൾ ഷോൾഡർ കറക്റ്റ് സെന്റർ ഭാഗത്ത് വെക്കുന്നു. എന്നിട്ട് ഇത് കണ്ടോ ഇത് നമ്മുടെ ബാക്ക് ഭാഗമാണ്. ബാക്ക് ഭാഗത്തേക്ക് ഇതിനെ വെക്കുന്നു. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് നമ്മൾ ഷോൾഡറിന്റെ സെന്റർ ഭാഗത്ത് നിന്ന് കണ്ടോ ഇവിടെ നിന്ന് കറക്റ്റ് വെക്കുക. കൈയും ഷോൾഡറിന്റെ സെന്റർ ഭാഗവും വെക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്. കാരണം നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗം നമ്മൾ കുഴിച്ച് മുറിച്ചതാണ്. നമ്മുടെ സ്ലീവിലും അതുപോലെ തന്നെ ബോഡിയിലും നമ്മൾ കുഴിച്ച് മുറിച്ചിട്ടുണ്ട്. അത് നമ്മൾ കറക്റ്റ് ശ്രദ്ധിച്ച് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ കണ്ടോ നമ്മൾ ഈ ഒരളവ് കണ്ടോ കറക്റ്റായി കിട്ടുന്നത് കണ്ടോ നമ്മുടെ കട്ടിങ്ങിൽ നമ്മളത് കണ്ടോ വരുന്നത് നമ്മുടെ ആ ഒരു മാർക്കിംഗ് വരുന്നത് കണ്ടോ നമ്മുടെ കയ്യിലും ബോഡിയിലുമുള്ള ആ മാർക്കിംഗ്. ഇനി നമ്മുടെ ബാക്ക് ഭാഗത്തേക്കും ഇതുപോലെ നമ്മുടെ കണ്ടോ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ സ്ലീവാണ് ഈ ഒരു സമയത്ത് നമ്മുടെ മുകൾ ഭാഗത്തേക്ക് വരുന്നത്. കണ്ടോ റഗാളിന്റെ മുകളിൽ സ്ലീവ് വെച്ചുകൊണ്ടാണ് നമ്മളിത് തയ്ച്ചെടുക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ
സ്ലീവിൻ്റെ മുകളിൽ ബോഡി പീസാണ് വന്നിരുന്നത്. എന്നാൽ ഇത് നമ്മൾ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് ബാക്ക് വശത്തേക്ക് സ്റ്റിച്ച് ചെയ്യുകയാണ്. കണ്ടോ, ഈ ഒരു ഭാഗത്ത് നമുക്കിത് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ നമുക്ക് കിട്ടിയത്. ഇനി ഇതുപോലെ നമ്മൾ ഒരു സ്റ്റിച്ച് കൂടി, ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു. കണ്ടോ, ഇത് നമ്മുടെ ഇനി രണ്ടാമത്തെ സ്ലീവ് കണ്ടോ, നമ്മുടെ രണ്ടാമത്തെ സ്ലീവിൻ്റെ ഫ്രണ്ട് വശമാണ് ഇത്, നമ്മുടെ മാർക്കിംഗ് വരുന്ന ഭാഗം. ഇനി നമ്മൾ കണ്ടോ ഈ ഒരു ഫ്രണ്ട് വശം, ഈ ഒരു ഫ്രണ്ട് വശവും നമ്മുടെ സ്ലീവിൻ്റെ ഈ ഒരു ഫ്രണ്ട് വശവും കണ്ടോ ഇതുപോലെ കറക്റ്റ് വെച്ചുകൊണ്ട് നമ്മുടെ ആദ്യ ഭാഗം തയ്ച്ചെടുത്തതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സ്ലീവും നമ്മൾ തയ്ച്ചെടുക്കുക. കണ്ടോ, ഈ ഒരു മാർക്കിംഗ് ഒക്കെ നമ്മൾ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒരു 4 പോയിന്റ് വീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാറ്. കണ്ടോ, ഇതുപോലെ കറക്റ്റ് നമ്മുടെ രണ്ടാമത്തെ സ്ലീവ് നമ്മൾ കണ്ടോ, നമ്മുടെ ഈ റഗാള് ഭാഗവും കൈയുടെ കട്ടിംഗ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്കിത് നമ്മുടെ ആ ഒരു തോൾ വസ്തു വരുന്ന മാർക്കിംഗ് ഒക്കെ കറക്റ്റ് മാർക്കിങ്ങിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. കണ്ടോ, ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ 2 സ്റ്റിച്ച് കൊടുക്കുകയാണ്. കണ്ടോ, ഇനി നമ്മൾ ഇതുപോലെ നമ്മുടെ സ്ലീവിനെ കണ്ടോ ഇതുപോലെ കറക്റ്റ് പിടിക്കുക. നമ്മൾ ഈ ഒരു മാർക്കിങ്ങിൽ കൂടി ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ്. കണ്ടോ, ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ തോൾ വശമൊക്കെ കണ്ടോ കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്കിങ്ങിൽ കറക്റ്റ് കിട്ടിയത് കണ്ടോ. ഇനി നമ്മൾ ഈ ഒരു പീസ് നമ്മുടെ ബോഡി പീസ് കറക്റ്റ് ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ അതുപോലെ തന്നെ മാർക്കിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്യുന്നു. ഈ ഒരു പീസ് തമ്മിൽ വലിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ക്രോസിലാണ്, ഈ ഒരു ഭാഗത്ത് അല്പം ക്രോസിലാണ് വരിക. അപ്പോൾ നമുക്ക് താവിൽ ഇതുപോലെ കറക്റ്റ് കിട്ടണമെങ്കിൽ വലിഞ്ഞു പോകാതെ നിൽക്കണം. ഇനി നമ്മളിവിടെ രണ്ടാമത്തെ ഭാഗം നമ്മൾ താവ് വശത്ത് നിന്ന് തുടങ്ങുന്നു. ആദ്യം നമ്മൾ സ്ലീവിൽ നിന്ന് തുടങ്ങി താവിലാണ് നമ്മൾ നിർത്തിയത്. എന്നാൽ നമ്മൾ രണ്ടാമത്തെ ഭാഗം നമ്മൾ ചെയ്യുന്നത് കണ്ടോ നമ്മൾ താവിൽ നിന്ന് മുകളിലോട്ടാണ്. കണ്ടോ, ഈ ഒരു ഭാഗത്ത് കണ്ടോ നമുക്ക് ഈ ഒരു റഗാളിൻ്റെ ഈ ഒരു ജോയിന്റ് സെൻറ്റർ വശമൊക്കെ കറക്റ്റ് ശ്രദ്ധിച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ, നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി തന്നെ സ്ലീവും കണ്ടോ 2 സ്ലീവും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. ഈ ഒരു മാർക്ക് ചെയ്യുന്ന രീതി നമ്മുടെ ലൈനിങ് ഇല്ലാതെ ചൂരിദാർ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. കണ്ടോ, ഇനി നമ്മൾ ഇവിടെ നമ്മൾ താവ് ഇതുപോലെ മടക്കി തയ്ക്കുന്നു. കണ്ടോ, ഇത് കൂടുതൽ വലിച്ചു പിടിക്കാതെ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, താവ് കറക്റ്റായി നമ്മുടെ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ തന്നെ മടക്കി കൊടുത്താൽ നമുക്കിത് കറക്റ്റായി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ കുർത്തി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.